നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന് അർഹമായ 13,608 കോടി രൂപ വായ്പയിൽ 8,700 കോടി രൂപ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയതോടുകൂടി ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുക്കാമെന്ന പ്രതീക്ഷയിൽ സർക്കാർ. സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനനുസരിച്ചാണ് കേന്ദ്രത്തിനെതിരെയുള്ള ഹർജി പിൻവലിക്കാത്തത് എന്നാണ് കേരളത്തിന് ഈ വായ്പ കിട്ടുന്നത്. ശനിയാഴ്ചയാണ് അനുമതി കിട്ടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ നൽകണമെന്നാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. ഇതിനുവേണ്ടി ഈ തുക മാറ്റിവെക്കും. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ തുക കടമെടുക്കാനും ശ്രമിക്കും. കിഫ്ബിക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിക്കും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇതിന് തയ്യാറല്ല എന്നാണ് സംസ്ഥാനവുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്രം അറിയിച്ചത്. എന്നാൽ കേസ് സുപ്രീം കോടതിയിൽ ഉണ്ട്. ഈ കേസിൽ അനുകൂല തീരുമാനം കേരളം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ. കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം പ്രശ്നമില്ലാതെ പോകാനാകും. അപ്പോൾ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും TA കുടിശ്ശിക അടക്കം നൽകും. ഇപ്പോൾ അനുമതി നൽകിയ കടം എടുക്കാനുള്ള 8,700 കോടി പിടിച്ചു നിൽക്കാൻ കേരളത്തിന് സഹായകമാകും. റിസർവ് ബാങ്കിന്റെ കടപ്പത്രങ്ങളിലൂടെയാണ് വായ്പ എടുക്കുന്നത്. കടപ്പത്രങ്ങളുടെ ലേലം എല്ലാ ചൊവ്വാഴ്ചയും നടക്കും. അനുമതി വൈകിയതിനാൽ 12-ന് നടക്കുന്ന ലേലത്തിൽ അപേക്ഷ നൽകി കേരളത്തിന് പങ്കെടുക്കാനുള്ള സാവകാശം ഇല്ല. അതിനാൽ 19-ന്റെ ലേലം വരെ കാത്തിരിക്കണം. 20-ന് പണം ട്രഷറിയിലെത്തും. ഈ മാസത്തെ ഇനിയുള്ള ചെലവുകൾ ഈ പണം എത്തിയാലേ നടത്താനാവൂ. ട്രഷറിയിൽ പൂച്ചപെട്ട് കിടക്കുന്നുവെന്ന കളിയാക്കൽ പ്രതിപക്ഷം നടത്തുന്നുണ്ട്. ഏതായാലും ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ഈ പേരുദോഷം സർക്കാരിന് മറികടക്കാനാകുമെന്നാണ് അവസ്ഥ. അനുവദിച്ച മൊത്തം വായ്പയിൽ ഏകദേശം 4,800 കോടി വൈദ്യുതി മേഖലയുടെ നഷ്ടം പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾക്കാണ്. ഇതിന് അനുമതി നൽകുന്ന നടപടികൾ കേന്ദ്രം പൂർത്തിയാക്കിയിട്ടില്ല. അടുത്തയാഴ്ച അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ വലിയൊരു ആശ്വാസം കേരളത്തിന് ഉണ്ടാകും. മാർച്ചിൽ ട്രഷറി സ്തംഭനം ഉണ്ടാകില്ല. ആവശ്യത്തിന് കാശ് ചെലവാക്കാം. അങ്ങനെ മാർച്ചിലെ ചെലവ് ഒരുവിധം നേരിടാനും കഴിയും. കിഫ്ബിയിലെയും പെൻഷൻ ഫണ്ടിലെയും കേരളത്തിന്റെ അവകാശവാദം കേന്ദ്രം അംഗീകരിച്ചാൽ എല്ലാ അർത്ഥത്തിലും ഖജനാവിൽ പണം കടമായി ഒഴിയാതെ കിടക്കുമെന്നാണ് വസ്തുത.